ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡോണൂസ് കിച്ചൻ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ക്രിസ്മസ് അല്ലേ? പ്ലം കേക്ക് ഇല്ലാത്ത ഒരു ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കാനേ വയ്യ. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി റിച്ച് പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? നോക്കാം. അതിനായി ആദ്യമേ തന്നെ ചൂടുവെള്ളത്തിലൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നു. ഇത് മെൽറ്റായി വരുമ്പോൾ 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് മെൽറ്റാക്കി ഒന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് നമുക്ക് പൊടികളെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അതിനായി 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളുപ്പും 1 ടീസ്പൂൺ കൊക്കോ പൗഡറും 2 ടേബിൾ സ്പൂൺ ബദാം പൗഡറും പട്ടയും ഗ്രാമ്പും ജാതിക്ക പൊടിച്ചത് ഇതെല്ലാം ചേർന്നത് 1/2 ടീസ്പൂണാണ് എടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. പൊടികളെല്ലാം മാറ്റി വെച്ച ശേഷം വേറൊരു പാത്രത്തിലേക്ക് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഈ കേക്ക് നമ്മൾ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. റിച്ച് പ്ലം കേക്ക് അല്ലേ? അപ്പോൾ ബട്ടർ ചേർത്ത് നമുക്കിതിനുണ്ടാക്കാം. അതിനായി റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ആയിരിക്കാം. 150 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഫ്രിഡ്ജിലിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കണം. തണുപ്പെല്ലാം മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 3/4 കപ്പ് ബ്രൗൺ ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് കുറേശ്ശെയായിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പല പ്രാവശ്യം കുറേശ്ശെ ഇട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ബട്ടറും നമ്മുടെ ബ്രൗൺ ഷുഗറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ബ്രൗൺ ഷുഗർ ചേർക്കുന്നത് കൊണ്ടേ നല്ല കളറും നമ്മുടെ കേക്കിന് കിട്ടും. അതുപോലെ ബട്ടർ ആകുമ്പോൾ വളരെ ടേസ്റ്റുമാണ്. അതുകൊണ്ടാണ് ബട്ടർ ചേർത്തിരിക്കുന്നത്. അങ്ങനെ ബ്രൗൺ ഷുഗറും ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി. ഇനി ഇതിലേക്ക് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ മുട്ടയും വീതം പൊട്ടിച്ചൊഴിച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. മൂന്നാമത്തെ മുട്ടയും പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാരമലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരമൽ തണുത്തതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഓറഞ്ചിൻ്റെ ചെസ്റ്റും അതുപോലെ തന്നെ ഡ്രൈ ജിഞ്ചർ ചേർത്ത് കൊടുക്കുന്നത്, അത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്ററൊക്കെ മാറ്റി വയ്ക്കാം. ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഫ്രൂട്ട്സാണ്. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സാണ്. നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദാക്കൂട്ടിലേക്ക് നട്ട്സും ബദാമും എല്ലാം കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കുവാണ്. അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതാണ് റമ്മിൽ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ്. റമ്മിൽ മാത്രമല്ല കേട്ടോ, ഓറഞ്ച് ജ്യൂസും മുന്തിരി ജ്യൂസും പഞ്ചസാരയെ ചേർത്ത് തിളപ്പിച്ച ശേഷം ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തതിന് ശേഷം തണുപ്പിച്ചതിന് ശേഷമാണ് അതിലേക്ക് റമ്മ് ഒഴിച്ച് ഉണ്ടാക്കിയ സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി സോക്ക് ചെയ്ത ഫ്രൂട്ട്സാണിത്. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം. ഇനി ഫ്രൂട്ട്സ് നമുക്ക് കുറച്ചായി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം.
ഫ്രൂട്ട്സ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വച്ചിരിക്കുന്ന പൊടികളെല്ലാം കുറേശ്ശായി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് മിക്സാക്കി എടുത്തു. ഇനി 8 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് അവനിലാണ് വെച്ചിരിക്കുന്നത്. 1 അവർ വേണ്ടി വന്ന് ബേക്ക് ചെയ്ത് റെഡിയാവാനായിട്ട്. ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. വൺ അവർ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. ചൂടോട് തന്നെ അതിൽ മുകളിലേക്ക് കുറച്ച് റമ്മ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തണുത്തതിന് ശേഷം വേണം ഇത് കവർ ചെയ്ത് വെക്കാനായിട്ട്. അങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചു. പിറ്റേന്നായപ്പോൾ നമ്മുടെ കേക്ക് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അടിപൊളി സൂപ്പറായിട്ടുള്ള റിച്ച് പ്ലം കേക്ക്. എല്ലാവരും ഒന്ന് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. സൂപ്പറായിട്ടുള്ള കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ലൈക്കും കമൻറ്റും ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതൊന്ന് കവർ ചെയ്യണം. കവർ ചെയ്ത ദിവസങ്ങളിൽ ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് റമ്മ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.